Good morning, children. Last class, we had seen how oxygen reaches the cells. സെൽസിലേക്ക് ഓക്സിജൻ എത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ. ഇനി ഹൗ ഡസ് ഓക്സിജൻ ദാറ്റ് റീച്ചസ് സെൽ ഹെൽപ്സ് ഇൻ റിലീസിങ് എനർജി. അപ്പോൾ സെൽസിലെത്തിയ ഓക്സിജൻ എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യുന്നതെന്ന് നോക്കാം. യു നോ ദാറ്റ് എനർജി ഈസ് റിലീസ്ഡ് മെയിൻലി ഫ്രം ഗ്ലൂക്കോസ് അല്ലേ. ഗ്ലൂക്കോസിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം ഗ്ലൂക്കോസായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ഗ്ലൂക്കോസിൽ നിന്നാണ് എനർജി റിലീസ് ചെയ്യുന്നത്. The process by which energy is released from glucose in cell is known as cellular respiration. എന്താണ്? What is cellular respiration? The process by which energy is released from glucose in cells is called cellular respiration. Cellular respiration occurs in two steps. രണ്ട് സ്റ്റെപ്സ് ആണ് സെല്ലുലാർ റെസ്പിറേഷനുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് glycolysis and the second step is called Krebs cycle. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ്റെ രണ്ട് സ്റ്റേജസ് അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഗ്ലൈക്കോലിസിസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് Krebs cycle. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോലിസിസ്. ആൻഡ് ദിസ് ഗ്ലൈക്കോലിസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് ഗ്ലൈക്കോലിസിസ് നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ. ഈ ഫസ്റ്റ് സ്റ്റെപ്പിന് ഓക്സിജൻ വേണ്ട. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്സ് occurs in the cytoplasm and it does not require oxygen. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് നടക്കുന്നത്? ഗ്ലൂക്കോസ് ഈസ് കൺവെർട്ടഡ് ഇൻറ്റു പൈറൂവിക് ആസിഡ്. എന്താണ്? പൈറൂവിക് ആസിഡായിട്ട് മാറുന്നു. ആൻഡ് 2 ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. പൈറൂവിക് ആസിഡിനോടൊപ്പം 2 ATP മോളിക്യൂൾസ് എനർജിയും റിലീസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ഫേസ്. അപ്പോൾ ഗ്ലൈക്കോലിസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. വിച്ച് ഈസ് ദ സൈറ്റ് ഓഫ് ഗ്ലൈക്കോലിസിസ്? സൈറ്റോപ്ലാസം. ഈസ് ഓക്സിജൻ നെസസറി ഫോർ ദിസ് റിയാക്ഷൻ? നോ, ഓക്സിജൻ വേണ്ട. വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഫോംഡ് ഇൻ ദ ഗ്ലൈക്കോലിസിസ്? പൈറൂവിക് ആസിഡ് ആൻഡ് 2 ATP മോളിക്യൂൾസ് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയറായി. ഫസ്റ്റ് സ്റ്റെപ്പിന് എന്താണ് പറയുന്നത്? ഗ്ലൈക്കോലിസിസ്. ഇനി അടുത്ത സെക്കൻഡ് ഫേസ് ഈസ് കോൾഡ് Krebs cycle. Krebs cycle എന്താണ് നടക്കുന്നത്? ഓക്സിജൻ ഈസ് നെസസറി ഫോർ ദിസ് റിയാക്ഷൻ. അപ്പോൾ Krebs cycleനാണ് ഓക്സിജൻ ആവശ്യം. മനസ്സിലായല്ലോ? ആൻഡ് ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ മൈറ്റോകോൺട്രിയ. എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് നടക്കുന്നത്. ത്രൂ എ സീരീസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് പൈറുവിക് ആസിഡ് ഈസ് കൺവെർട്ടഡ് ഇൻറ്റു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഒരുപാട് കെമിക്കൽ ചേഞ്ചസിൻ്റെ ഫലമായിട്ട് പൈറുവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായി മാറുന്നു. ആൻഡ് 28 ATP molecules of energy are produced. മനസ്സിലായോ? അപ്പോൾ which is the site of Krebs cycle? Mitochondria. Is oxygen necessary for this reaction? Yes, oxygen is necessary for this reaction. What are the products? Carbon dioxide and water. How many molecules of energy is released? 28 ATP molecules of energy is released. And ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഈ രണ്ട് സ്റ്റെപ്പ്, രണ്ട് ഫേസ്, ഗ്ലൈക്കോലിസിസ് Krebs cycle കൂടെ ചേരുമ്പോഴാണ് സെല്ലുലാർ റെസ്പിറേഷൻ.
നടക്കുന്നത്. മനസ്സിലായോ? സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കൂ. മൈറ്റോകോൺട്രിയയിൽ എന്താണ് നടക്കുന്നത്? ക്രബ്സ് സൈക്കിൾ. സൈറ്റോപ്ലാസത്തിൽ മൈറ്റോകോൺട്രിയൽ ക്രബ്സ് സൈക്കിൾ. മനസ്സിലായോ? സൈറ്റോപ്ലാസത്തിൽ എന്താണ് നടക്കുന്നത്? ഗ്ലൈക്കോലിസിസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോലിസിസ് takes place in cytoplasm. Second step, Krebs cycle takes place in the mitochondria. മനസ്സിലായല്ലോ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. സെല്ലുലാർ റെസ്പിറേഷൻ, ഗ്ലൈക്കോലിസിസ്, ക്രബ്സ് സൈക്കിൾ. പാർട്ട് വെയർ സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ്. ഗ്ലൈക്കോലിസിസ് എവിടെയാണ്? സൈറ്റോപ്ലാസം. ക്രബ്സ് സൈക്കിൾ പറയൂ? Mitochondria. Need of oxygen. Is oxygen necessary for glycolysis? No. Next, Krebs cycle. Need of oxygen. Oxygen is necessary. Number of ATP molecules produced. Glycolysis 2 ATP molecules. Then Krebs cycle 28 ATP molecules. അല്ലേ? Products ഗ്ലൈക്കോലിസിസിൽ എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? പൈറുവിക് ആസിഡ്. അതിനോടൊപ്പം 2 ATP മോളിക്യൂൾസ് ഓഫ് എനർജി റിലീസ് ചെയ്യും. അല്ലേ? മറ്റേ ക്രബ്സ് സൈക്കിളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ പ്ലസ് 28 ATP മോളിക്യൂൾസ് ഓഫ് എനർജി. ആൻഡ് യു ഷുഡ് റൈറ്റ് ദിസ് ടേബിൾ ഇൻ യുവർ സയൻസ് ഡയറി ആൻഡ് റൈറ്റ് വാട്ട് ഈസ് glycolysis and what is Krebs cycle. Okay? Thank you.